നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൂടെ ഒരു ചെറിയ യാത്രയാണെന്ന്. അപ്പം നമ്മൾ കയറുമ്പം വലതുവശത്ത് നമുക്ക് എമർജൻസി ട്രോമ കെയർ കാണാം. ഇതിപ്പോൾ പുതിയ കാഷ്വാലിറ്റിയാണ്. പണ്ട് കാഷ്വാലിറ്റി അപ്പുറത്തായിരുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒ പി വരുന്നത്. രാവിലെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒ പി. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബ്ലഡ് ബാങ്കും ബാക്കി ലാബുകളും, നമ്മുടെ സെൻട്രൽ ലാബ്, ബാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളെല്ലാം. ഈ ഇടതുവശത്ത് കാണുന്ന ആ വെള്ളയും റെഡും പെയിൻ്റ് അടിച്ചതാണ് നമ്മുടെ ബ്ലഡ് ബാങ്ക്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പഴയ കാഷ്വാലിറ്റി ആയിരുന്നു. പണ്ട് കാഷ്വാലിറ്റി അവിടെയാണ്. ഇപ്പോഴാണ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി വിപുലീകരിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ടാക്കിയത്. ഇത് നമ്മുടെ SAT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ അമ്മയും കുഞ്ഞും പ്രതിമയാണ്. അത് കഴിയുമ്പോൾ നമുക്കവിടെ SAT ഹോസ്പിറ്റൽ കാണാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സും ഒപ്സ് ആൻഡ് ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റുമാണ് SAT ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ SAT ഹോസ്പിറ്റൽ, അത് ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും വരുന്നത്. ഇപ്പോൾ കാണുന്ന കെട്ടിടമാണ് നമ്മുടെ ശ്രീചിത്ര നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മുടെ ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയും ഫേമസ് ആയിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം അവിടെ ഒത്തിരി പേഷ്യൻസ് ദൂരെ നിന്നെല്ലാം വരാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൻ്റെ സർജറി അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് ഒത്തിരി രോഗികൾ വരുന്ന സ്ഥലമാണ് ശ്രീചിത്ര. ഒത്തിരി ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ വലതുവശത്തോട്ട് കാണുന്ന വഴിയെ പോയാൽ നമുക്ക് പീഡിയാട്രിക് കാഷ്വാലിറ്റിയും എത്തും. അത് മാത്രമല്ല, അങ്ങോട്ടാണ് നമ്മുടെ ഹോസ്റ്റലിരിക്കുന്നത്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റൽ. ഇപ്പോൾ വലതുവശത്ത് കാണുന്ന ഗ്രൗണ്ടാണ്. അവിടെ പുറത്തുനിന്നുള്ള മാച്ചുകൾ വരെ നടക്കാറുണ്ട്. അവിടെ എപ്പോൾ ചെന്നാലും നമുക്ക് കുട്ടികൾ ഇപ്പോൾ പലതരം കായിക അഭ്യാസങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായി കാണാൻ പറ്റും. ഞങ്ങളിന്ന് പോയപ്പോഴും അവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ പല ടൂർണമെൻറ്റ്സും നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ RCC, അതായത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ. ഒത്തിരി ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ക്യാൻസർ വന്നിട്ടുള്ള ഒത്തിരി പേഷ്യൻസിന് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒത്തിരി രോഗികൾ ദൂരെ നിന്നെല്ലാം വന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് RCC, നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ. ആ കാണുന്നതാണ് RCC എന്ന് പറയുന്നത്. ഇത് ഫുൾ RCCയുടെ ഭാഗമാണ്. ഇപ്പോഴെല്ലാം വലതുവശത്ത് കാണുന്നത് ഗ്രൗണ്ടാണ്. നേരെ ചെന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക് വരുന്നത്. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസും പ്രിൻസിപ്പൽസ് ഓഫീസും പിന്നെ മറ്റ് ക്ലാസ് നടക്കുന്ന ലെക്ചർ ഹാൾസ്, പിന്നെ നമ്മുടെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ്, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതെല്ലാം വരുന്നത് നമ്മുടെ മെയിൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ ഗാർഡനുണ്ട്. അതിന് ഞങ്ങൾ റോക്ക് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അവിടെ കുട്ടികളെല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരുന്ന് സംസാരിക്കാനും കേസസ് ഡിസ്കസ് ചെയ്യാനും അല്ലാതെ പ്രാക്ടീസസ് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ ഉള്ളപ്പോൾ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അകത്തോട്ടാണ്. ആ ഫ്രണ്ടിൽ കാണുന്നത് നമ്മൾ പോർട്ടിഗോ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒത്തിരി പ്രാക്ടീസൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴും കുട്ടികൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ TT കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും പല പല ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടേക്കായിരുന്നു. കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി അങ്ങനെ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ വലതുവശത്തൊരു ഹിപ്പോക്രാറ്റസിൻ്റെ ഒരു പ്രതിമയൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇതെല്ലാം ലെക്ചർ ഹോൾസാണ്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ പോയതും പണ്ട് ക്ലാസ് കഴിഞ്ഞ് നടന്നതും അതൊരു ഗാർഡനാണ്. ആ ഗാർഡൻ ആക്ച്വലി നമ്മുടെ ഒരു ഫോമർ സ്റ്റുഡൻറ്റിൻ്റെ മെമ്മറിക്ക് വേണ്ടി ഉള്ളൊരു ഗാർഡനായിരുന്നു. ഇവിടെ ഞാൻ പണ്ട് പോയ ബസ് നമ്പർ 7 ആണെന്നൊക്കെ ഓർത്തിങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് പറയായിരുന്നു. ഇവിടെ നമ്മുടെ കോളേജ് ബസ്സസ് എല്ലാം അടുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 6 മണിയായപ്പോഴാണ് നമ്മൾ പോയത്. അപ്പം യാത്രയെല്ലാം കഴിഞ്ഞ് ബസ്സെല്ലാം തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ തന്നെ എത്താൻ പറ്റും. അതിൻ്റെ ആ ഒരു നടുക്കൊരു ഗാർഡൻ വരുന്നുണ്ട്, നമ്മുടെ സെൻട്രൽ ഗാർഡൻ വരുന്നുണ്ട്. അവിടെ ഈ കുട്ടികളുടെ കോൺവക്കേഷൻ പരിപാടിയൊക്കെ നടക്കുമ്പം വലിയ സ്റ്റേജൊക്കെ കെട്ടി കോൺവക്കേഷൻ പരിപാടിയൊക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മറ്റേ ഇത് കാണാൻ പറ്റും. ഇടതുവശത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ മാച്ച് നടക്കുകയാണ്. അതാണ് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയത്. പിന്നെ വലതുവശത്ത് ദൂരെ കാണുന്ന നമ്മുടെ മെയിൻ ബിൽഡിങ്. നമ്മൾ പയ്യെ അതുവഴി പോവുകയാണ്.
അപ്പം നമ്മൾ അതുവഴി വീണ്ടും വളഞ്ഞു പോകും. ഇപ്പം നമ്മൾ വീണ്ടും പ്രധാന കവാടത്തിൽ തന്നെ എത്തി. കണ്ടോ ആ ഗാർഡൻ തന്നെ സെൻട്രൽ ഗാർഡൻ എന്ന് പറഞ്ഞ നടുക്കുള്ള അത് ഫുൾ റൗണ്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഫ്രണ്ടിലെത്തും. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു, ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു. അപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു. ഞങ്ങളും പണ്ട് ഇവിടേക്ക് ഇരുന്ന് പഠിക്കും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, ലാബിൽ പ്രാക്ടിക്കൽസ് കഴിഞ്ഞ് അതുവഴി വരും, റെക്കോർഡ് വരയ്ക്കുക, അങ്ങനത്തെ പല പല കലാപരിപാടികളിൽ പണ്ട് ഞങ്ങളും അവിടെയൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുവാണ്. ആ നേരെ കാണുന്നതാണ് പ്രിൻസിപ്പൽസ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടെ പ്രിൻസിപ്പൽസ് ഓഫീസുണ്ട്, ലൈബ്രറി ഉണ്ട്, ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ COK ഓഡിറ്റോറിയം എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെയായിരുന്നു ഞങ്ങളുടെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അത് ഓരോ ഇയറിലെയും ഫൈനൽ എക്സാംസ് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. പിന്നെ പല പല ഫങ്ഷൻസും നടക്കാറുണ്ടായിരുന്നു. കലാപരിപാടികളൊക്കെ ആ ഓഡിറ്റോറിയത്തിൽ നടക്കാറുണ്ട്. CO കരുണാകരൻ മെമ്മോറിയൽ ഓഡിറ്റോറിയം അതാണ് ഫുൾ നെയിം. നമ്മൾ ഷോർട്ടായിട്ട് COK ഓഡിറ്റോറിയം എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇത് ആദ്യം കണ്ട പ്രിൻസിപ്പൽസ് ഓഫീസ് തന്നെയാണ്. പിന്നെ ആ വഴി പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവററ്റ് ക്യാൻറ്റീൻ എത്തുമായിരുന്നു. പിന്നെ അവിടെ ആ ബിൽഡിങ്ങിൽ വേറെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു റെസ്റ്റ് റൂം പോലെ ഉണ്ടായിരുന്നു, വാഷ്റൂമും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പം ഒത്തിരി ഓർമ്മകളുമായിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്നത്തേക്കാളും. ഈ ഗേറ്റൊക്കെ ഇപ്പോൾ വെച്ചതാണ്. പിന്നെ ഇപ്പോഴും അവിടെ പല പണിയും നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ടില്ലേ ഗേറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ വർഷവും ഓരോ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ നിന്ന് പല പല പേഷ്യൻസ് പല പല ഭാവങ്ങളുമായി പോകുന്നു നമുക്ക് കാണാം. ചിലർ വിവരമറിഞ്ഞ് വിഷമിച്ച് പോകുന്നു, ചിലർ രോഗമുക്തി നേടി സന്തോഷിച്ചു പോകുന്നു, ചില റിസൾട്ടുകൾ കണ്ട് അസുഖം കുറഞ്ഞത് അങ്ങനെ പ്രതീക്ഷയോടെ പോകുന്നു, ചിലർ അങ്ങനെ പല പല മുഖങ്ങളാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണുന്നത്. ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ കാണാം. അങ്ങനെ ഇവിടെ നമ്മൾ നിന്ന് വെറുതെ ഓരോ ആൾക്കാരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഓരോ ജീവിതങ്ങൾ പ്രതിഫലിക്കുന്നത് നമ്മൾ കാണാം. അപ്പം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഇവരെ നമ്മൾ ഹോസ്പിറ്റൽസിൻ്റെ അവിടെ വന്ന് നിൽക്കണം. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്തായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ഈ ചെറിയൊരു ജീവിതത്തിൽ ആൾക്കാരുമായിട്ട് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി സമയം കളയുന്നതിന് പകരം ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. കാരണം അതാണ് ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്, ഒരു പീസ് ഓഫ് മൈൻഡും നമ്മുടെ ഹെൽത്തും. ഇത് കണ്ടോ, ഞാൻ ആദ്യം കാണിച്ച വഴിയാണ്. ആ വഴി പോകുമ്പം കുറച്ച് ആംബുലൻസ് ഒക്കെ കിടക്കുന്നത് കാണാം. ഒത്തിരി കുട്ടികളെയും കൊണ്ട് അമ്മമാർ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കാണാം. കാഷ്വാലിറ്റിയുടെ അവിടെ ഒത്തിരി അമ്മമാർ കുട്ടികളായിട്ട് നിൽക്കുന്ന കാണാം. ആംബുലൻസിൽ നിന്ന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കുട്ടികളെ ഇറക്കുന്നു, കൂടെ കരഞ്ഞുകൊണ്ട് അമ്മമാർ നിൽക്കുന്നു, കൂടെ അച്ഛന്മാരും എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ചിലരൊക്കെ അസുഖം ഭേദമായിട്ട് തിരിച്ചു പോകുന്നു, ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ പല പല മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഹോസ്റ്റൽ, UGസിൻ്റെയും PGസിൻ്റെയും ഹോസ്റ്റൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ദൂരെ കാണുന്ന കെട്ടിടമാണ് ഹോസ്റ്റൽ. ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ എന്ന് വെച്ചാൽ CDC, അതായത് ഓട്ടിസം, ADHD അങ്ങനെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്കൊക്കെ തെറാപ്പി കൊടുക്കുന്നതും അവരുടെ ഫോളോ അപ്പ് നടക്കുന്നത് ബിൽഡിങ്ങാണ് അവിടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഞാനിങ്ങനെ ഓരോ കാണിക്കുമായിരുന്നു. ആ നേരെ കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ, ആ ഹോസ്റ്റലിൻ്റെ മുകളിൽ ഒരു സ്റ്റഡി റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് മൂലയിൽ ആ ഒരു ജനലിൻ്റെ അടുത്തുള്ള സീറ്റിലായിരുന്നു ഞാൻ സ്ഥിരം ഇരുന്ന് പഠിക്കാറ്. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് പുറത്തോട്ടിങ്ങനെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വേറൊരു ഫീലാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോളേജിൽ പോയിട്ട് കുറേ നാളായെങ്കിൽ ഒന്നിങ്ങനെ പോയി നോക്കുക വെറുതെ. അപ്പോൾ ഒത്തിരി ചേഞ്ചസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് പഴയ ഓർമ്മകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പയ്യെ അതെല്ലാം പറഞ്ഞതിന് ശേഷം തിരിച്ചു പോയി. അപ്പോൾ വീണ്ടും നമുക്ക് ആ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുമ്പം വലതുവശത്ത് CDCയും ആ വലതുവശത്തെ ബിൽഡിങ്ങിലാണ് OP ബിൽഡിങ്സ്, അതായത് നമ്മുടെ പീഡിയാട്രിക്സിൻ്റെയും ഗൈനക്കിൻ്റെയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ SAT ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചായിരുന്നല്ലോ അമ്മയും കുഞ്ഞും പ്രതിമയും. ബാക്കി ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡിൽ ഈ വഴി വരുമ്പോഴാണ് പീഡിയാട്രിക് കാഷ്വാലിറ്റി നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ഒബ്സ് ആൻഡ് ഗൈനക് കാഷ്വാലിറ്റി, അതായത് പ്രസവവേദനയായിട്ട് വരുന്ന രോഗികൾ, ബ്ലീഡിങ് അങ്ങനെയുള്ള ഒബ്സ്ട്രക്റ്റിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാഷ്വാലിറ്റി ഫ്രണ്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അതുവഴി തിരിച്ചു പോകുമ്പോൾ വീണ്ടും മറ്റേ ആ ജംഗ്ഷനിലെത്തും.
അല്പം തിരക്കുണ്ടായിരുന്നു. കാരണം ഒത്തിരി കാറുകൾ അവിടെ കിടക്കുന്നുണ്ട്. കാഷ്വാലിറ്റിയിൽ ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ തന്നെ വലിയൊരു സ്ഥാപനമാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഒത്തിരി പേഷ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു ചലഞ്ച് വെച്ചതാണ്, വേറൊന്നുമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്കുള്ള വഴി ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒരു തവണ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ ലോഗ് ബുക്ക് വാങ്ങാനായിട്ട്. സോ ഞാനന്ന് മോർച്ചറി ജസ്റ്റ് പോയി നോക്കിയായിരുന്നു. ആ ഒരു ഓർമ്മയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സോ ഇത് ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആ കാണുന്ന അമ്മയും കുഞ്ഞും പ്രതിമയുണ്ടല്ലോ, അവിടെ ഫ്രണ്ടിലൊരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് സൈഡ് പിടിച്ച് അകത്തോട്ട് കയറി പോകണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ നമുക്ക് നോക്കാം അത് കറക്റ്റ് വഴിയാണോ അല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ആ വഴി കണ്ടുപിടിച്ചു, അത് വേറെ കാര്യം. സർപ്രൈസ് വേണ്ട ആവശ്യമില്ലല്ലോ. ഈ വഴിയുടെ മറ്റേ നേരെ ചുവപ്പ് വണ്ടി പോകുന്ന കണക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലൂടെ കയറി പോവുക. ഇത് SIT ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ പോകുന്ന വഴിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അന്ന് അവിടെ ഒരു ഈ ജയിലിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന സമയത്ത്, ഉച്ച സമയത്താണ് വന്നത്. ഇപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ സന്ധ്യ ആവാറായി. സോ ഇതുവഴി നേരെ കയറി പോകുമ്പം ഇതൊരു നഴ്സിംഗ് കോളേജോ അങ്ങനെ എന്തോ സംഭവമാണ് എൻ്റെ സൈഡിൽ കാണുന്നത്. ആ നേരെ കാണുന്നത് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട കോളേജാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്നതാണ് പഴയ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്, പഴയ മോർച്ചറി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ. ഞാൻ അന്ന് വന്നപ്പോൾ ജസ്റ്റ് ഇത് കയറി നോക്കിയായിരുന്നു, ഒരു 2-3 മാസം മുമ്പ് വന്നപ്പോഴാണ്. അത് വഴി നേരെ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഉണ്ട്, സൈഡിലൊരു പാർക്കിംഗ് ഏരിയയും കാണും. സോ അതുവഴി താഴോട്ട് ഇറങ്ങുമ്പം കുറച്ചും കൂടെ താഴോട്ട് ഒന്ന് ഇറങ്ങുന്ന സമയത്ത് ആ കാണുന്ന ബിൽഡിങ്ങാണ്. കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആ കാണുന്ന ഇവിടുന്ന് എൻട്രി ചെയ്ത് മുകളിലോട്ട് കയറി പോകുന്ന ആ കാണുന്നതാണ് മോർച്ചറി. കഴിഞ്ഞ തവണ ഞാൻ വന്ന് ജസ്റ്റ് കണ്ടതാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. സോ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു എക്സിറ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ആ എൻട്രി ഭാഗത്ത് കയറിയിട്ട് ഇതുവഴി ഇങ്ങനെ ജസ്റ്റ് കറങ്ങി വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല.